ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടിലം ഫാൻറ്റസി ഡ്രാമയാണ് കേട്ടോ. ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള രണ്ടുപേരെയും നമുക്ക് നല്ല പരിചയമുള്ളവരാണ്. ആക്ട്രസ് എന്ന് വെച്ചാൽ നമ്മുടെ ലെജൻഡ് ഓഫ് ബ്ലൂസിയിലെ ആക്ട്രസും, ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെയിലെയും അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ടിയേഴ്സിലെയും ആക്ടറാണ്. ഇവരുടെ ഒരു പണ്ടത്തെ സീരീസാണ്. സീരീസിൻ്റെ പേരെന്ന് വെച്ചാൽ മൈ ലവ് ഫ്രം ദ സ്റ്റാർ. നമ്മുടെ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ സീരീസും നല്ല പരിചയം കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഏലിയൻ റിലേറ്റഡ് ആയിട്ടുള്ള സീരീസ് ആണ്. അപ്പം വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് സീരീസിലോട്ട് കടന്നാലോ. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു UFO നമ്മുടെ എർത്തിലോട്ട് വരുന്നതാണ്. അതേസമയം തന്നെ ഏൻഷ്യന്റ് ടൈമിലുള്ള ഒരു പെൺകുട്ടീനെയും കാണിക്കും. അവളെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു പല്ലക്കിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവിടെ നല്ലൊരു കാറ്റ് വീശും. ഈ കാറ്റ് കാരണം നമ്മളുടെ ഈ പെൺകുട്ടിയും ആ പല്ലക്കും കൂടി വേഗം തന്നെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീഴാൻ പോകും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ UFOയിൽ നിന്ന് വന്ന ഒരു ഏലിയൻ പുറത്തോട്ട് വന്നിട്ട് ഈ പെൺകൊച്ചിനെ അങ്ങ് രക്ഷിക്കും. ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഏലിയൻ നല്ലതുപോലെ ടൈം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മോഡേൺ ടൈമിൽ ഇതേ ആള് തന്നെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഇവനാണ് നമ്മളുടെ കഥയിലെ മെയിൻ ലീഡ്. ഇവന്റെ പേരെന്ന് വെച്ചാൽ ജൂൻ എന്നാണ്. അവനാണെങ്കിൽ ഈ ഭൂമിയിൽ പഠിച്ച കാര്യങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 4000 വർഷത്തോളം അടുക്കാറായി. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ സീരീസിലുള്ള മെയിൻ ലീഡായിട്ടുള്ള ആക്ട്രസിനെയാണ്. അവളുടെ പേര് സോങ് എന്നാണ്. അവളാണെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് കേട്ടോ. അവളാണെങ്കിൽ കൂടെ ഇന്റർനെറ്റിൽ അവളുടെ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ വെച്ച് നല്ല ക്യാപ്ഷനൊക്കെ ഇട്ട് വല്ല പോസ്റ്റ് വിടും. അതിനെ കാരണം ഇവളെ ഒരുപാട് പേര് കളിയാക്കിയും ഇവളുടെ പേര് തന്നെ ചീത്തയായി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവക്കതൊന്നും വലിയ കാര്യമൊന്നും അല്ല. നമ്മളുടെ ജൂനാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 4000 വർഷമായില്ലേ. അതിനോടൊപ്പം തന്നെ അവനും നല്ലതുപോലെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്തെല്ലാം ചേഞ്ചസ് ആണോ വന്നത് അതിനനുസരിച്ച് തന്നെ അവനും അപ്ഗ്രേഡ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പോഴവൻ ഒരു കോളേജിലെ പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജൂനാണെങ്കിൽ കോളേജിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് അവിടെയുള്ളൊരു ന്യൂസിലായിട്ട് കാണും, ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ ഇവന്റെ ഗ്രഹത്തിലുള്ള ആ ഒരു UFO നമ്മളുടെ ഭൂമിയിലോട്ട് തിരിച്ചെത്താൻ പോകുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മളുടെ ജൂനിന് നല്ല സന്തോഷവും. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഒരു കോഫി വാങ്ങി ആ കോഫീനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതങ്ങ് പോസ്റ്റ് ചെയ്യും. ഇതിന്റെ പേരിൽ അവൾക്ക് ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അവളെ ഒരുപാട് പേരിട്ട് റോസ്റ്റ് ചെയ്യുകയും ചെയ്യും. എല്ലാത്തിന്റെയും മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളുടെ സോങ് ഇടുന്ന ക്യാപ്ഷൻസ് തന്നെയാണ്. അതിന്റെ പേരിലാണ് അവൾ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് വരാൻ വേണ്ടി ലിഫ്റ്റിൽ കയറുന്നതാണ്. അതേ സമയത്ത് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ആ ലിഫ്റ്റിലായിട്ട് വന്നു കയറും. ഇവൻ ഭയങ്കര സൈലന്റ് ടൈപ്പ് ആണല്ലോ. ഇവനൊന്നും മിണ്ടാണ്ട് അവിടെ മാറി നിൽക്കും. ഇത് കാണുന്ന നമ്മളുടെ സോങ്ങിനാണെങ്കിൽ ചെറിയൊരു ഡൗട്ട് അടിക്കും. അവൾ ഉടനെ തന്നെ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ, നീ എന്നെ ഫോളോ ചെയ്യുവാണോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ റീസെന്റ് ആയിട്ടാണ് ആ അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോങ് അങ്ങനെ അധികം ഇവനെ കണ്ടിട്ടും ഇല്ല. പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഒരു ഫ്ലോറിലായിട്ട് ഇറങ്ങും. ഇവിടെ വെച്ച് നമ്മുടെ സോങ്ങിന് മനസ്സിലാവും, അതായത് നമ്മളുടെ ഈ ജൂൺ എന്ന് പറയുന്നത് ഇവളുടെ പുതിയ നെയ്ബറാണ് എന്ന്. നമ്മളുടെ ജൂണിനാണെങ്കിൽ ഒരു പ്രത്യേകതരം കഴിവുണ്ട്. അതായത് അവനാണെങ്കിൽ ദൂരെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കാണാനും പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ദൂരെയുള്ളത് നല്ലതുപോലെ കേൾക്കാനും പറ്റും. സാധാരണ മനുഷ്യരെ കാട്ടിയും അവൻ ഇതിനുള്ള പവർ ഭയങ്കര കൂടുതലാണ്. നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വന്നിരുന്ന അവളുടെ സ്ട്രെസ് എല്ലാം റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വലിയ വയലിൽ കിടന്ന് പാട്ട് പാടാൻ തുടങ്ങും. എന്നാൽ ഇതാണെങ്കിൽ നമ്മളുടെ ജൂണിന് കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കത്തില്ല. അവൻ നല്ലതുപോലെ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ വന്ന് സോങ്ങിന്റെ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിലായിട്ട് വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയും, നിന്റെ പാട്ട് ഒട്ടും കൊള്ളത്തില്ല, നിനക്ക് ഒട്ടും പാടാനുള്ള കഴിവില്ല, നിന്റെ സൗണ്ട് ഭയങ്കര ബോറാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടം വരും. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ ജൂണിനും അങ്ങ് ഭയങ്കര സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യും. ഇത്രയും കാലത്തിന് ശേഷം അവൻ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ അടുത്ത് ഇത്രയും സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യുന്നത്. അവൻ അങ്ങനെ ഒന്നും പറയാണ്ട് നേരെ തിരിച്ച് അവന്റെ വീട്ടിലോട്ട് തന്നെ വരും. അവിടെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും. എന്നാൽ ഉറക്കം വരത്തില്ല. അവൻ അങ്ങനെ എഴുന്നേറ്റ് നേരെ അവന്റെ ലൈബ്രറിയിലോട്ട് വരും. ലൈബ്രറിയിൽ വന്നിരുന്ന് ഇനി ബാക്കിയുള്ള 3 മാസമില്ലേ ആ ദിവസങ്ങളിലേക്കുള്ള ഡയറി പോലത്തെ സംഭവം എഴുതാൻ തുടങ്ങും. അവൻ ഇത്രയും കാലവും അവന്റെ ഡെയിലി നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഒരു അനിയനും അമ്മയും ഉണ്ട്. രണ്ടുപേരും പക്ഷേ വേറെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മളുടെ സോങ്ങിന്റെ അമ്മയാണെങ്കിൽ അച്ഛന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നും പറഞ്ഞിട്ട് അയാളെ ഇപ്പോഴും പിടിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവർ രണ്ടുപേരും സെപ്പറേറ്റാ ജീവിക്കുന്നത്. നമ്മളുടെ സോങ്ങിനായിരുന്നാലും അവളുടെ അച്ഛൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ നമ്മളുടെ സോങ്ങിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 കോ ആക്ട്രസ്മാരുണ്ട്. ഒന്ന് സിമിയും ഒന്ന് യൂറയും. സിമി എന്ന് വെച്ചാൽ നമ്മളുടെ സോങ്ങിന്റെ കുഞ്ഞിലേ തൊട്ടുള്ള കൂട്ടുകാരിയാണ്. അവളും ആക്ട്രസ് ആണ്. പക്ഷെ അവക്കാണെങ്കിൽ നമ്മളുടെ സോങ്ങിന്റെ അടുത്ത് നല്ല ജലസ് ഉണ്ട്. ഇവളാണെങ്കിൽ നമ്മളുടെ സോങ്ങിനെ പോലെ അത്ര ഫേമസ് ഒന്നും അല്ല. എന്നാൽ കിട്ടുന്ന അവസരം ഇവള് നല്ലതുപോലെ മുതലാക്കുകയും ചെയ്യും. അങ്ങനെ അവള് ഒരു നിലയിൽ നിൽക്കുകയാണ്. ഈ യൂറ എന്ന് വെച്ചാൽ നമ്മളുടെ സോങ്ങുമായിട്ട്
ജൂണുമായിട്ട് എപ്പോഴും അടിയാ. രണ്ടെണ്ണം നേർക്ക് നേരെ കണ്ട എപ്പോഴും ഓരോന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എയർപോർട്ടിലായിട്ട് ഹീക്യോങ് എന്ന് പറയുന്ന ഒരുത്തനെയാണ്. അവനാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാന്റെ മോനാണ്. ഇവൻ നമ്മളുടെ സോങ്ങിന്റെയും അതേപോലെ തന്നെ സിമിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാ. ഈ ഹീക്യോങ്ങിനാണെങ്കിൽ നമ്മളുടെ സോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന് കുഞ്ഞിലെ തൊട്ടേ അവളുടെ അടുത്ത് ഭയങ്കര ക്രഷാ. എന്നാൽ അവൾ ഇതുവരെയും അവന്റെ ആ ഒരു ലവിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണിനെയാണ്. അവൻ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിയാങ്ങിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കും. കൂട്ടത്തിൽ തന്നെ അവന്റെ കയ്യിലായിട്ടൊരു ഫോട്ടോയും ഉണ്ട്. ആ ഫോട്ടോ അവന്റെ ഫ്രണ്ടിന്റെ കൊടുത്തിട്ട് പറയും ഈ പെങ്കൊച്ചിനെ ഒന്ന് കണ്ടുപിടിക്കണം എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജൂണിന്റെ മനസ്സിൽ ആദ്യം അവസാനമായിട്ട് ഒരു പെൺകുട്ടിയെടുത്ത് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. ആ പെൺകുട്ടീനെയാണ് നമ്മളുടെ ജൂൺ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് അവന്റെ ഫ്രണ്ട് പറയും നിങ്ങളാണെങ്കിൽ ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ആയിരിക്കുന്നത്, എന്നെ നോക്കുക. അയാളെ കാണാനായിട്ട് നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് പണ്ടത്തെ ഒരു സീൻ കാണിക്കും. അതിനകത്താണെങ്കിൽ ഏൻഷ്യൻ ടൈമിലുള്ള നമ്മളുടെ ഈ ഏലിയൻ ആയിട്ടുള്ള ജൂണില്ലേ, അവനാണെങ്കിൽ അവനാ പല്ലക്കീന്ന് രക്ഷിച്ച ആ പെൺകുട്ടിയില്ലേ, അവളെ മീറ്റ് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് ഈ പെൺകുട്ടി ഇവന്റെ കയ്യിലായിട്ട് എന്തോ ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങിനെ കാണിക്കും. അവളും പണ്ടത്തെ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളുടെ സോങ്ങിന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയ സമയത്ത് ഇവള് ഭയങ്കരമായിട്ട് വിഷമിച്ച് അച്ഛനെ കാണാൻ വേണ്ടി ആ കാറിന്റെ പുറകെ ഓടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇവളെ വലിയൊരു വണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. ഈ സമയത്ത് നമ്മളുടെ ജൂണും അവിടെ പ്രസന്റ് ആയിരുന്നു. അവൻ വേഗം തന്നെ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് ടൈം ഫ്രീസ് ചെയ്ത് ഇവളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരും. ഈ ഒരു സംഭവത്തിനെ നമ്മളുടെ സിമിയില്ലേ, അവളാണെങ്കിൽ ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ ഈ ജൂണിന്റെ അടുത്ത് ഇഷ്ടം തോന്നി. എന്നാൽ അവൾ അത്ര ചെറുതായതുകൊണ്ട് തന്നെ അവൾക്ക് അവന്റെ ഫേസ് ഒന്നും ഓർമ്മയില്ല. എങ്കിലും അവന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവളുടെ കുഞ്ഞിലത്തെ ലവ് തന്നെയാണ് അവൾക്ക് ഇപ്പോഴും വേണ്ടതെന്നർത്ഥം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ജൂണും സോങ്ങും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് പരസ്പരം അറിയാണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും കണക്ഷൻ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തുമില്ല. ഇവിടെ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ എന്താവശ്യം വന്നാലും അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ ജൂൺ തന്നെയാണ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പാസ്റ്റിലുള്ളൊരു സീനാണ്. അവിടെ നമ്മുടെ പല്ലക്കിലുള്ള ആ പെൺകുട്ടീനെയില്ലേ ആരോ ഒരാൾ കടത്തിക്കൊണ്ടുപോകും. അവിടെ രക്ഷിക്കാൻ വരുന്നത് നമ്മളുടെ ഏലിയൻ ആയിട്ടുള്ള ജൂൺ ആയിരുന്നു. അവനാണെങ്കിൽ വന്നിട്ട് ഇവളെ രക്ഷിച്ചതിന് ശേഷം ഇവന്റെ പവേഴ്സ് ഒക്കെ അവളെ കാണിച്ചു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവൾക്കൊരു പേനയും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അവളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന ഫ്യൂച്ചർ ടൈമിലാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആ പേനേനെ മ്യൂസിയത്തിലായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. ഇത് നമ്മളുടെ ജൂൺ കാണും. അവനങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന അവള് ചോദിക്കും നീ എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തില് ഇത്ര വലിയൊരു പ്രൊഫസർ ആയത്? അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഇവക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ റെഡി ആവത്തില്ല. ഉടനെ തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജൂൺ പറയും ഞാൻ അധിക നാളൊന്നും ഇവിടെ കാണത്തില്ല, ഞാൻ ഈ ലോകത്തുള്ള ആളും അല്ല എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. അവള് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആയിട്ട് ചിന്തിക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജൂണിനാണെങ്കിൽ ഒരു സ്വപ്നം വരുന്ന ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നതായിട്ട് അവൻ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേക്കും. അടുത്ത ദിവസം അവൻ ഇതിനെപ്പറ്റി അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയും. ഉടനെ എന്നെ ഫ്രണ്ട് പറയുന്നത് നീ ഇനി ഈ ലോകത്തുനിന്ന് പോകാൻ 3 മാസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിനക്ക് ദൈവമായിട്ട് എന്തെങ്കിലും ഹിന്ദി വരുന്നതായിരിക്കും, നീ ആൾക്കാരെ രക്ഷിക്കണം എന്ന്. ഇവിടെ നമ്മളുടെ ജൂൺ പറയും എനിക്ക് തോന്നുന്നവരെ മാത്രമേ ഞാൻ രക്ഷിക്കത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് അറിയുന്നതാണ്. അതായത് അവൾക്ക് കിട്ടാനിരുന്ന റോള് വേറൊരാൾക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മളുടെ സോങ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അവൾ പറയും എൻ്റെ റോള് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന്. എന്നാൽ ഇവളുടെ ശത്രുവായിട്ടുള്ള യൂറിയില്ലേ, അവളാണെങ്കിൽ ആ റോളിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ സിമി വന്ന് സംസാരിക്കാൻ തുടങ്ങും. അവർ സംസാരിക്കുന്ന മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സോങ്ങിനെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ സോങ് ആണെങ്കിൽ കോളേജിലായിട്ട് പോകുന്നതാണ്. അവിടുത്തെ പ്രൊഫസർ വേറെ ആരുമല്ല നമ്മളുടെ ജൂൺ തന്നെയാണ്. ഇതറിയുന്നത് നമ്മളുടെ സോങ് ഓൾറെഡി ഒന്ന് ഷോക്കാവും. ഇവക്കാണെങ്കിൽ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. ഇവളെ അസൈൻമെന്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കി പറയും ഇത് നീ വേറെ എവിടുന്നോ കോപ്പി അടിച്ചാണ് വീണ്ടും എഴുതിയേ പറ്റത്തുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജൂണിന്റെ ഈ കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റിപ്പോർട്ടേഴ്സ് എല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ എങ്ങോ വൈറലാക്കും. നമ്മളുടെ സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇവിടെ നല്ലതുപോലെ നാണം കേട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സിമി ആണെങ്കിൽ സോങ്ങിന്റെ ആ ഫ്രണ്ടില്ലേ അവനെ വിളിച്ചിട്ട് ഒരു ഡിന്നർ കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാ. അവനാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ സോങ്ങിന് മെസ്സേജ് അയക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ സിമി പറയും അവളിപ്പോൾ നല്ല ബിസിയാണ്, നീ അവളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന്. നമ്മളുടെ സോങ് ആയിരുന്നാലും ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഏതോ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യാണ്. അതേസമയം തന്നെ അവൾ
അവളുടെ ഒരു പണ്ടത്തെ കൂട്ടുകാരിയുണ്ട്. അവളും ഇൻ്റർനെറ്റിലായിട്ട് നമ്മുടെ സോങ്ങിൻ്റെ ഈ ഒരു ന്യൂസൊക്കെ കാണും. അവൾ അതിന് കമൻറ്റ് ചെയ്യാൻ വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ സോങ്ങും എത്തും. അവൾ അങ്ങനെ ഇവളുടെ കൂടെ നല്ലതുപോലെ ഡ്രിങ്കൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജൂണാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതാ, എനിക്ക് ആ പെൺകുട്ടിനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന്. ഉടനെ തന്നെ ആ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കും, നമുക്കെങ്കിൽ പിന്നെ എല്ലാ സ്കൂളുകളിലും കോളേജസിലും എല്ലാം ഒന്ന് തപ്പി നോക്കിയാലോ. എന്നാൽ നമ്മുടെ ജൂൺ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ രാത്രി കുടിച്ച് നല്ലതുപോലെ ഫിറ്റായിട്ട് നമ്മളുടെ ജൂണിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലായിട്ട് വന്ന് അവൻ്റെ പാസ്വേഡ് അടിച്ച് അത് റോങ് പാസ്വേഡ് ആക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ജൂൺ വന്ന് ഡോർ തുറക്കുമ്പോൾ അവൾ പറയും, നീ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തിയില്ലേ, എനിക്കിനി ആരുടെയും മുമ്പിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി, എനിക്കാണെങ്കിൽ എന്ത് വേണമെന്നറിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഓരോന്ന് പറയാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നേ ജൂൺ വലിയ മൈൻഡ് ആക്കത്തില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ടങ്ങ് ഇടിച്ചു കയറും. അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അതേസമയം തന്നെ നമ്മളുടെ ജിയോം എന്ന് പറയുന്ന നമ്മളുടെ സോങ്ങിൻ്റെ ഫ്രണ്ടിലെ അവൻ ഇവളെ കോൾ ചെയ്യും. ഇവളുടെ വിവരമൊന്നും ഇല്ലാണ്ട് അവിടെയായിട്ട് നമ്മളുടെ ജൂണാണ് കോൾ എടുക്കുന്നത്. അപ്പോൾ കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കും, അതായത് ഇവളെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ ആ ഫ്രണ്ട് ആണെങ്കിൽ ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിലായിട്ട് വരും. എന്നിട്ട് നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് അവളുടെ അപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞൂടെ, എന്താ നീ അവളെ അവളുടെ അപ്പാർട്ട്മെൻറ്റിലാക്കാഞ്ഞ്, ഇവിടെ എന്തിനാ അവളെ കിടത്തിയത് എന്ന്. എന്നാൽ നമ്മളുടെ ജൂൺ പറയുന്നത് തന്നെ എനിക്ക് അവളുടെ അപ്പാർട്ട്മെൻറ്റ് അറിയത്തില്ല എന്നാണ്. അങ്ങനെ നമ്മളുടെ ഈ സോങ്ങിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇവളെയും കൊണ്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് പോകും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ വോളറ്റ് അവിടെ തറയിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതാരും ശ്രദ്ധിക്കത്തില്ല, അവളുടെ ഫ്രണ്ടും ശ്രദ്ധിക്കത്തില്ല, അതേപോലെ നമ്മളുടെ ജൂണും അത്ര ശ്രദ്ധിക്കത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോങ്ങിനെ ആണെങ്കിൽ അവളുടെ ഫ്രണ്ട് റൂമിൽ കൊണ്ടാക്കിയിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് തലയടുത്തോട്ട് കൊണ്ടുവരുന്നതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ സോങ് എഴുന്നേറ്റിട്ട് ചോദിക്കും, നിനക്ക് മരിക്കാൻ ഇത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന്. ഇത് കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നങ്ങ് പോകും. ഇതെല്ലാം നമ്മുടെ ജൂണും അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ സോങ്ങിന്റെ ഫ്രണ്ടിനാണെങ്കിൽ സിമിയുടെ അടുത്തുനിന്ന് കോൾ വരുന്നതാ. അവൻ കാര്യം പറയും, അതായത് സോങ്ങിനൊട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് അവളെ പിക്ക് ചെയ്ത് അവളുടെ റൂമിലാക്കാൻ പോയതാന്ന്. ഇത് കേൾക്കുന്നേ സിമി ഒന്നും പറയാണ്ട് കോള് കട്ടിയും അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ സോങ്ങിന്റെ ഫ്രണ്ടില്ലേ, അവൻ അവൻ്റെ ചേട്ടനോട് സംസാരിക്കുന്നതാ. അവൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലേ എന്ന്. എന്നാൽ അവനാണെങ്കിൽ ഒന്നും പറയാണ്ട് ചിരിച്ചിട്ടങ്ങ് പോകും. അവൻ അതേസമയം തന്നെ ഒരു പെണ്ണിൻ്റെ അടുത്തുനിന്ന് കോളും വരും. അവൾ ഇവനെ വിളിച്ചിട്ട് എന്തോ ഒരു കാര്യത്തിന് സോറി പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഫ്രണ്ടിൻ്റെ ചേട്ടൻ പറയും, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജൂൺ ആണെങ്കിൽ നമ്മുടെ സോങ്ങിൻ്റെ ആ പേഴ്സില്ലേ അതെടുത്ത് വെച്ച് നോക്കുന്നതാണ്. അതിനകത്ത് അവളുടെ ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലുള്ള പെൺകുട്ടീനെ കാണുന്നേ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. എന്താണെന്ന് വെച്ചാൽ അവൻ തേടി നടന്ന പെൺകുട്ടി നമ്മളുടെ സോങ് തന്നെയല്ലേ. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഇവളെ കോണ്ടാക്ട് ചെയ്യാനും ഇവളെ കാണാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കാര്യമില്ലാണ്ട് അവൾ നല്ലതുപോലെ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങും. അവളങ്ങനെ വേഗം വാഷ്റൂമിലായിട്ട് വരുന്നതും അവിടെയായിട്ട് ഇവളുടെ ശത്രുവായിട്ടുള്ള യൂറേ ഉണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നമ്മളുടെ സോങ്ങിനെ ഓരോന്ന് പറയാൻ തുടങ്ങും, നീ മര്യാദയ്ക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് മാറണം, നിന്റെ ഫീസ് അതിന് ചേരത്തില്ല, എൻ്റെ ഫീസാ ചേരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, നിനക്ക് പ്രാന്താന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും യൂറേ ആണെങ്കിൽ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മളുടെ സോങ്ങിൻ്റെ ദേഹത്തായിട്ട് വലിച്ചെറിയാൻ തുടങ്ങും. എന്നിട്ട് അവളെ അടിക്കാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജൂൺ വന്നിട്ട് ഇവളുടെ കൈ അങ്ങ് തടയും. എന്നിട്ട് നമ്മളുടെ സോങ്ങിനെ വിളിച്ചുകൊണ്ട് ടെറസിൻ്റെ മുകളിലായിട്ട് ചെല്ലും. എന്നിട്ട് അവളുടെ പേഴ്സ് എടുത്ത് കാണിച്ചിട്ട് അതിലുള്ള ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഇതിലുള്ള പെൺകുട്ടി നീ തന്നെയാണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് ചോദിക്കും, അതറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ, നിനക്കതറിയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പറയാൻ മനസ്സില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവളെ പിടിച്ചങ്ങ് തടയും. എന്നിട്ട് പറയും, നീ പറഞ്ഞേ പറ്റത്തോളെന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നല്ല ക്ലോസ് ആയിട്ട് നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.